ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ, ആ യുദ്ധത്തിന്റെ അവസാനം ഒരു പരാജയമായി മാറാൻ പോകുമ്പോ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചു ഒരാളെ അന്വേഷിക്കാൻ ഉഹദിന്റെ രണാങ്കണത്തിൽ. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണത്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സാബിത്തേ, സഅദ് ഇബ്നു റബീഇനെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് സലാം പറയുന്നുണ്ട് എന്ന് പറയണം. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഓടുകയാണ്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ആലിമും മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിലെ പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതനാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആലിമാൻ. ഉഹദ് രണാങ്കണം മദീനയിൽ പോയവർക്ക് കാണാം. ഉഹദ് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ഒരു മസ്ജിദ് നിൽക്കുന്നുണ്ട്, വലിയൊരു പള്ളി. ഉഹദ് ശുഹദാക്കളും കിടക്കുന്നുണ്ട്. ഉഹദ് യുദ്ധം നടന്ന ഇടമാണത്. സഅദിനോട് ചോദിക്കണേ, കൈഫ തജിദുക യാ സഅദു, സഅദ് ഇബ്നു റബീഅ എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് ചോദിക്കണം. വെട്ടേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണിത്. فأتيته وأنا أطوف بين القتلى. ഹാഫിളീങ്ങളും ആലിമീങ്ങളും സാധാരണക്കാരുമായ ഹബീബിന്റെ സ്വഹാബികൾ ചേതനയേറ്റ് കിടക്കുന്ന ആ ശുഹദാഇന്റെ ഇടയിലൂടെ ഇത് സഅദാണോ 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 എന്ന് ഓരോരുത്തരുടെയും മുഖം നോക്കി ഞാൻ നടക്കുകയാണ്. എന്നെ പറഞ്ഞയച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സഅദ് എന്നവരെ ഞാൻ കണ്ടു. വഹുവ ബിആഖിരി റമഖിൻ ബിഹി, അന്ത്യശ്വാസം വലിക്കുകയാണ്. വബിഹി 70 ضربة, 70ഓളം വാളിന്റെ വെട്ടുകൾ ആ പരിശുദ്ധമായ ശരീരത്തിൽ എനിക്ക് കാണാൻ പറ്റി. ഞാൻ എണ്ണി നോക്കുമ്പോൾ 70ഓളം മുറിവുകളുണ്ട്. ആലോചിച്ചു നോക്കി എന്തായിരിക്കും ആ രംഗം. പക്ഷേ ജീവൻ ബാക്കിയുണ്ട്. അമ്പ് തറച്ചു വന്നതും കുന്തമുനകളാൽ മുറിവുണ്ടായതും വാളുകൊണ്ട് വെട്ടേറ്റതും മഹാനായ സഅദ് ഇബ്നു റബീഅ തങ്ങളുടെ ദേഹത്ത് കണ്ടു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസം വലിക്കുമ്പോൾ അരികത്തേക്ക് വന്ന് ആ ചെവിയിലൊന്ന് ചോദിച്ചു, യാ സഅദേ ഇന്ന റസൂലല്ലാഹി യുഖ്രിഉക സലാം. ചരിത്രങ്ങളിൽ ഇത്രമേൽ ഹൃദയഭേദകമായ മറ്റെന്തുണ്ട്? ലോകത്തോട് വിട പറയുന്നു. ശരീരമാസകലം ഛേദനയേറ്റ് കിടക്കുമ്പോൾ 70ഓളം മുറിവുകൾ പറ്റി ഉഹദിലെ രക്തസാക്ഷിയായി വഫാത്താകുന്ന സഅദ് എന്നവരോട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി യഖറഉ അലൈക്കസ്സലാം. സഅദേ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങയോട് അസ്സലാമു അലൈക യാ സഅദു, സഅദേ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഅദേ നിങ്ങളോട് ചോദിക്കാൻ, കൈഫ തജിദു, നിങ്ങളുടെ അവസ്ഥ എന്താണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, എന്താണ് നിങ്ങളുടെ അനുഭവമെന്ന് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞയച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട നേരമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിബിതങ്ങളല്ലേ എന്നെ പറഞ്ഞയച്ചത്. എങ്ങനെയുണ്ട് സഅദേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേദനകൾ മറന്നു. അതാണ് ഹുബ്ബ്. പുണ്യനബി സലാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും 70ഓളം മുറിവുകളായി കിടക്കുന്ന ശരീരത്തിന്റെ വേദന സഅദ് റളിയല്ലാഹു അൻഹു മറന്നുകൊണ്ട് ചുണ്ടുകൾ ചരിച്ചു. അലാ റസൂലില്ലാഹി സലാം, എന്റെ റസൂലിനോട് എന്റെ സലാം ഞാൻ മടക്കുകയാണ്. നബിയോട് പറയണേ, ഇന്നീല അജിദു റീഹൽ ജന്ന, സ്വർഗത്തിന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു കൊടുക്കണം. എനിക്കിവിടെ സ്വർഗം മണക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ വാസന ഞാൻ അറിയുന്നു. മിൻ സൗബി ഉഹുദിൻ,
ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മണം സ്വർഗത്തിന്റെ മണമാണെന്ന് എന്റെ നബിയോട് പറയണേ എന്ന് ദേഹമാസകലം മുറിവായി കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു സയ്യിദ് എന്നവരോട് മറുപടി പറഞ്ഞത് വേദനയുടെ എല്ലാം മറപ്പിച്ചു കളയുന്ന ആ മനുഷ്യ ശരീരത്തിന്റെ വിറങ്ങലിന്റെ അവസാനത്തിൽ ഒരൽപ്പം ആയുസ് മാത്രം ബാക്കിയുള്ളപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞ ശബ്ദം ഹബീബിന്റെ ശബ്ദം. പുണ്യനബി പറഞ്ഞു, സലാം. കണ്ണു ചിമ്മി ലോകത്തോട് വിട പറയുന്ന ഷഹീദ് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു, സയ്യിദേ, എന്റെ തറവാട്ടുകാരാണ് അൻസ്വാരികൾ, എന്റെ തറവാട്ടുകാരാണ് മദീനക്കാരായ അൻസ്വാരികൾ. അവരോട് പറയണേ, لا عذر لكم عند الله إن يخلص إلى رسول الله وفيكم عين تطرف. രണ്ട് കണ്ണുകൾക്ക് നിങ്ങൾക്ക് അല്ലാഹു കാഴ്ച ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കണ്ണുകളും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹബീബായ നബിയെ സംരക്ഷിക്കാനാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. എന്റെ റസൂലുള്ളാഹിക്കൊന്നും പറ്റരുതേ, എന്റെ ഹബീബിന്റെ നേരെ ഒരമ്പ് പോലും വരരുതേ, എന്റെ ഹബീബിനെ വേദനിക്കരുതേ. അൻസാരികളെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ അരികത്തേക്ക് ഏതെങ്കിലും ഒരു ശത്രു പാഞ്ഞെടുക്കുകയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കാരണം പറയാൻ ഒരു എക്സ്ക്യൂസ് പോലും, ഒരു ഉദ്റ് പോലും നിങ്ങൾക്കുണ്ടാവില്ല കേട്ടോ എന്ന് എന്റെ അൻസ്വാരികളോട് പറയൂ. സയ്യിദേ, ഞാൻ പോവുകയാണ്. യുദ്ധമുഖത്ത് കിടക്കുന്ന ഒരു വർത്തമാനമാണ്. എന്റെ കുട്ടികൾക്ക് എന്തായി? ചർച്ചയില്ല ഇവിടെ. എന്റെ ഹബീബിന് മുറിവേൽക്കരുതേ. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കണം എന്റെ ഹബീബിലേക്ക്. നിങ്ങളുടെ കണ്ണ് പോയാൽ പിന്നെ പ്രശ്നമല്ല, അവിടെ ചോദ്യമില്ല. പക്ഷേ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ എന്റെ ഹബീബിനടുത്തേക്ക് ഒരു ശത്രു പോലും പാഞ്ഞെടുക്കാൻ നിങ്ങൾ അനുവദിക്കരുതേ. ലാ ഉദ്റ ലക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഒരു ഉദ്റ് പോലും പറയാനുണ്ടാവില്ല. നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ പോകട്ടെ, എന്റെ റസൂലിനോട് എന്റെ സലാം മടക്കിയത് പറയണേ സയ്യിദേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് സഅദ് എന്നവരുടെ വിയോഗം. ആർക്ക് വേണ്ടിയാണിത്? ഇത് സ്നേഹമാണ്. ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നബി പഠിപ്പിച്ചതോ അല്ല. സ്വഹാബിമാർ മനസ്സിലാക്കിയത് ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹബീബായ നബി തങ്ങൾക്കൊരു പോറലേൽക്കരുത്. പുണ്യ നബിയെ പറ്റി ആരും ഒന്നും മോശമായി പറയുന്നത് കേട്ടു നിൽക്കാൻ കഴിയില്ല. ഹബീബിനെ വിമർശിക്കുന്നത് സഹിക്കാൻ കഴിയില്ല, മനസ്സ് വേദനിക്കും. പുണ്യ നബിയെ പറ്റി ഇടിച്ചു താഴ്ച പറയുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല, കേട്ടു നിൽക്കാൻ കഴിയില്ല. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. മനസ്സ് പിടക്കുന്നതിന്, മനസ്സ് വേദനിക്കും. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മനുഷ്യർക്ക് മാത്രമല്ല, ലോകങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക്, ജിന്നുകൾക്ക്, പക്ഷികൾക്ക്, സസ്യലതാദികൾക്ക് എല്ലാം റഹ്മത്തായി വന്ന പുണ്യ നബിയെ, ആ ഹബീബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും?